നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട. വിമർശനത്തിന് മറുപടിയുമായി ദിവ്യ എസ് അയ്യർ. CPM ജില്ലാ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാകേഷിനെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. AKG സെന്ററിൽ നിന്നല്ല ദിവ്യ ശമ്പളം വാങ്ങുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രിക്ക് KK രാകേഷ് കവചം തീർത്തിരിക്കുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. രാകേഷിൻ്റെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കിയതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങൾ ഉണ്ട്. വിശ്വസ്തരുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് എന്നും ദിവ്യ കുറിച്ചു. മുഖ്യമന്ത്രിയും രാകേഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തോടൊപ്പമായിരുന്നു അവരുടെ പോസ്റ്റ്. ഇതിന് പിന്നാലെ ദിവ്യ എസ് അയ്യരെ രൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും രംഗത്തെത്തി. KK രാകേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് വാഴ്ത്തുപാട്ട് പാടുന്ന ശ്രീമതി ദിവ്യ മാഡം IAS എന്ന് പറഞ്ഞാണ് FB കുറിപ്പിൽ വിജിൽ പോസ്റ്റ് ചെയ്തത്. KK രാകേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തതിനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറിയാക്കിയതിനാണ് കസർത്തെല്ലാം. പാടുക, നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതെല്ലാം വാങ്ങിയെടുക്കുക. പിണറായി കാലത്ത് AKG സെൻറ്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെങ്കിലും മാഡം ഓർക്കണം. IAS ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിദൂഷകനായി മാറുകയാണ് ഇവർ. ഔദ്യോഗിക കൃത്യനിർവഹണ രംഗത്തെ ദുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിച്ചിരിക്കുന്നത്? അപ്പോൾ സംരക്ഷണം കിട്ടുമെന്നാണോ കരുതുന്നത്? യൂത്ത് കോൺഗ്രസ് നേതാവ് കുറിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ കടുത്തതോടെ വിശദീകരണവുമായി ദിവ്യ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ടെന്നും കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണങ്ങളുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നും ദിവ്യ വ്യക്തമാക്കുകയുണ്ടായി. എല്ലാം ഈ അപ്പ അമ്മ കാരണമാണെന്ന് ചിലപ്പോൾ പറയാൻ തോന്നും. കുട്ടിക്കാലത്ത് നല്ല വാക്കുകൾ മാത്രം പറയുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആരെയും അധിക്ഷേപിക്കരുത്, നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത്, നമ്മൾ കാരണം ഒരു മനുഷ്യനും വേദനിക്കരുത്, മുതിർന്നവരെ ആദരപൂർവ്വം നോക്കിക്കാണണം, ബഹുമാനപൂർവ്വം അവരോട് പെരുമാറണം എന്നീ കാര്യങ്ങൾ നമ്മുടെ നെഞ്ചിലേറ്റുന്നതുവരെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും പ്രാവർത്തികമാക്കാനുള്ള നിരന്തരം ശ്രമം അവരുടെ ജീവിതത്തിൽ കാണുകയും ചെയ്തിട്ടുള്ള ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളാരും എല്ലാം തികഞ്ഞവരും നിറഞ്ഞവരും അല്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചം ഉണ്ടാകും. നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമല്ല. കണ്ടെത്തുന്ന നന്മകൾ പരത്തുക എന്നതിലും പ്രയാസമില്ല. അത് നാലാളോട് പറയുക എന്നതിലും വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണങ്ങളുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ? എൻ്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മകൾ എന്താണ്, അവരിലെ ഗുണങ്ങൾ എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്, ദിവ്യ പറഞ്ഞു.